പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് 8ാം ശമ്പള പരിഷ്കരണം. എന്നാൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ വൈകുമ്പോഴും ജീവനക്കാരുടെ പോക്കറ്റ് നിറയ്ക്കുന്ന മറ്റൊരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശമ്പള പരിഷ്കരണത്തിന് മുമ്പ് തന്നെ ജീവനക്കാരുടെ ക്ഷാമബത്തയിൽ വലിയൊരു വർധന ഉണ്ടായേക്കുമെന്നാണ് ഏറ്റവും പുതിയ സാമ്പത്തിക സൂചികകൾ നൽകുന്നത്. ദശലക്ഷക്കണക്കിന് വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് 8ാം ശമ്പള പരിഷ്കരണം. എന്നാൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ വൈകുമ്പോഴും ജീവനക്കാരുടെ പോക്കറ്റ് നിറയ്ക്കുന്ന മറ്റൊരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശമ്പള പരിഷ്കരണത്തിന് മുമ്പ് തന്നെ ജീവനക്കാരുടെ ക്ഷാമബത്തയിൽ വലിയൊരു വർധനവുണ്ടായേക്കാമെന്നാണ് ഏറ്റവും പുതിയ സാമ്പത്തിക സൂചികകൾ നൽകുന്ന സൂചന. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത നിശ്ചയിക്കുന്നത് അഖിലേന്ത്യാ ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയാണ്. രാജ്യത്തെ വിപണിയിലെ വിലക്കയറ്റ നിരക്കുകൾ പരിശോധിച്ചാണ് സൂചിക തയ്യാറാക്കുക. ലഭ്യമായ ഏറ്റവും പുതിയ ഉപഭോക്തൃ വില സൂചിക കണക്കുകൾ പ്രകാരം വിപണിയിൽ ജീവിത ചെലവ് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ വരാനിരിക്കുന്ന അടുത്ത പാദത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA നിരക്കിൽ 3% മുതൽ 4% വരെയുള്ള വർധനവുണ്ടാകാൻ വ്യക്തമായ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സാധാരണയായി വർഷത്തിൽ 2 തവണയാണ് കേന്ദ്ര സർക്കാർ ക്ഷാമബത്ത പുതുക്കാറുള്ളത്. 8ാം ശമ്പള കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും സമിതി രൂപീകരണവും പൂർണ്ണമാകാൻ ഇനിയും സമയമെടുക്കുമെന്നതുകൊണ്ട് അതിനു മുമ്പ് തന്നെയുള്ള ഈ DA വർധനവ് ജീവനക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കും. ഈ വർഷത്തെ ജൂലൈ മാസത്തെ അടിസ്ഥാനമാക്കിയുള്ള പുതുക്കിയ ക്ഷാമബത്ത നിരക്കുകൾ വരും മാസങ്ങളിൽ കേന്ദ്ര മന്ത്രിസഭ പ്രഖ്യാപിച്ചേക്കും. ഇത് നടപ്പിലാക്കുന്നതോടെ അടിസ്ഥാന ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം തുക ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കൈകളിലേക്ക് അധികമായി തന്നെ എത്തും. വരും മാസങ്ങളിലെ ഉത്സവ സീസണുകളിലേക്ക് കടക്കുമ്പോൾ ഈ അധിക വരുമാനം കേന്ദ്ര ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക പിന്തുണയായിരിക്കും സമ്മാനിക്കാൻ പോകുന്നതും. DA കണക്കാക്കുന്നതിന് അടിസ്ഥാനമായ വ്യാവസായിക തൊഴിലാളികൾക്കായുള്ള അഖിലേന്ത്യാ ഉപഭോക്തൃ വില സൂചിക 2026 മാർച്ചിൽ 149.1 ആയിരുന്നത് 2026 ഏപ്രിലിൽ 149.9 ഉയർന്നിട്ടുണ്ട്. വ്യാവസായിക തൊഴിലാളികളുടെ ചില്ലറ പണപ്പെരുപ്പ നിരക്കും ഈ കാലയളവിൽ 4.27% നിന്ന് 4.46% വർദ്ധിച്ചതായാണ് കണക്കുകൾ. 2026 ഏപ്രിൽ വരെയുള്ള ലഭ്യമായ AICPI IW ഡാറ്റയുടെ അടിസ്ഥാനമാക്കി 12 മാസത്തെ ശരാശരി 147.51 ആണ്. 2016 ബേസ് സീരീസിനെ 2001 ബേസിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് 2.88 ലിങ്കിങ് ഫാക്ടർ ഉപയോഗിക്കുമ്പോൾ DA ഏകദേശം 62.51% വരും. ഇത് സാധാരണ രീതി പ്രകാരം റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 63% സാധ്യതയുമുണ്ട്. നിലവിലെ DA 60% ആയതിനാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് DAയിൽ 3% വർധനവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.